അവർക്ക് നമസ്കാരം. ഇന്ന് നോക്കുവാൻ പോകുന്നത് ചൈനയുടെ കോടതി സംവിധാനങ്ങളിൽ ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് നിലനിൽക്കുന്ന സുപ്രീം പീപ്പിൾസ് കോർട്ട് അഥവാ പരമോന്നത ജനകീയ കോടതിയെ പറ്റിയാണ്. അപ്പോൾ നമുക്കറിയാം, ആദ്യം തന്നെ ചൈനയുടെ കോടതി സംവിധാനങ്ങളെ പറ്റി ഒന്ന് ചർച്ച ചെയ്യാം. അപ്പോൾ ചൈനയുടെ കോടതി സംവിധാനങ്ങളെ 4 ആയിട്ടാണ് പ്രധാനമായിട്ടും തരംതിരിച്ചിരിക്കുന്നത്. ഇതിൽ ആദ്യത്തേത് അടിസ്ഥാന ജനകീയ കോടതികളെന്നും, രണ്ടാമത്തേത് ഇൻ്റർമീഡിയറ്റ് ജനകീയ കോടതികളെന്നും, മൂന്നാമത്തേത് ഉന്നത ജനകീയ കോടതികളെന്നും, കൂടാതെ ഇവയ്ക്കെല്ലാം തന്നെ മുകളിലായിട്ട് സുപ്രീം പീപ്പിൾസ് കോർട്ട് അഥവാ പരമോന്നത ജനകീയ കോടതികളും ചൈനയിൽ നിലനിൽക്കുന്നു. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ ഈ സുപ്രീം പീപ്പിൾസ് കോർട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ചൈനയുടെ ജുഡീഷ്യൽ അധികാര ശ്രേണിയിൽ ഏറ്റവും ഉന്നത സ്ഥാനത്താണ് ഈ സുപ്രീം ജനകീയ കോടതികൾ നിലനിൽക്കുന്നതിന്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നതിന് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തു. ചൈനയുടെ കോടതി സംവിധാനങ്ങളായ അടിസ്ഥാന ജനകീയ കോടതികൾ, അതുപോലെ തന്നെ ഇൻ്റർമീഡിയറ്റ് ജനകീയ കോടതികളെന്നും ഉന്നത ജനകീയ കോടതികളും. അപ്പോൾ ഈ കോടതികളുടെ, അതായത് ഇത്തരത്തിലുള്ള എല്ലാ കോടതികളുടെയും നീതി നടത്തിപ്പിന് മേൽനോട്ടം വഹിക്കുക എന്നുള്ളതാണ് ചൈനയുടെ ജുഡീഷ്യൽ അധികാര ശ്രേണിയിലെ ഏറ്റവും ഉന്നത സ്ഥാനത്തുള്ള സുപ്രീം പീപ്പിൾസ് കോർട്ടിൻ്റെ ഏറ്റവും പ്രഥമമായ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നതിന്. മാത്രവുമല്ല, ചൈനയിലെ സിവിൽ, അതുപോലെ തന്നെ ക്രിമിനൽ തുടങ്ങിയ കേസുകളുടെ യഥാർത്ഥവും അതുപോലെ തന്നെ ഇത്തരം കേസുകളെ സംബന്ധിച്ച അന്തിമവുമായിട്ടുള്ള ന്യായാധികാരം ഈ കോടതിക്കാണ് ചൈനയിൽ നൽകപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ചുരുക്കത്തിൽ ഇതിൻ്റെ അധികാരത്തെപ്പറ്റി പറയുകയാണെങ്കിൽ ദേശീയ പ്രാധാന്യമുള്ള വിഷയങ്ങളിലേക്ക് പോലും ഇതിൻ്റെ ന്യായാധികാരം വ്യാപിച്ചിരിക്കുന്നുണ്ട്. മാത്രമല്ല, ഇതിലെ അംഗങ്ങൾ ആരെല്ലാമാണെന്ന് നോക്കിയാൽ പ്രസിഡന്റ്, അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ്, കൂടാതെ ഡിവിഷനുകളിലെ ചീഫ് ജഡ്ജിമാർ, അതുപോലെ തന്നെ മറ്റ് ജഡ്ജിമാർ തുടങ്ങിയ എല്ലാ അംഗങ്ങളും ഉൾപ്പെടുന്നതാണ് ഈ സുപ്രീം പീപ്പിൾസ് കോടതിയിൽ ഉണ്ടായിരിക്കുക. മാത്രവുമല്ല ഈ സുപ്രീം പീപ്പിൾസ് കോർട്ടിലെ ജഡ്ജിമാരുടെ അംഗങ്ങളുടെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷമായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സുപ്രീം പീപ്പിൾസ് കോർട്ടിനെ പറ്റി പ്രധാനമായിട്ടും പറയാനുള്ളത്.